ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻസ്ഡ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് മൊഡ്യൂൾ ഓട്ടോമൊബൈൽ പൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ അതിൻ്റെ പാർട്ട് 2 രണ്ടാം ഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓട്ടോമൊബൈൽ പൊല്യൂഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിന് സോഴ്സ് ഓഫ് വെഹിക്കിൾ എമിഷൻ, ഒരു വാഹനത്തിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണ് പൊല്യൂഷൻ വരുന്നത്, അതിൻ്റെ ഓരോ പെർസെൻറ്റേജ് എത്രയാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ പൊല്യൂട്ടൻസ് ആൻഡ് ദെയർ എഫക്ട്സ്, വാഹനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വരുന്ന പൊല്യൂട്ടൻസ്, മലിനീകരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്, അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ആൾറെഡി നമ്മൾ ഹൈഡ്രോ കാർബണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്തത് ലെഡാണ്. ഇതും ലെഡ് എന്ന് പറഞ്ഞാൽ ലെഡഡ് പെട്രോൾ എന്നാണ് ഈ ലെഡ് വരുന്നത്, ലെഡഡ് പെട്രോൾ എന്ന്. പക്ഷേ ഈ ലെഡ് ഇത്രയും കാലം നമ്മൾ വാഹനങ്ങളിൽ പെട്രോളിൽ യൂസ് ചെയ്തിരുന്നത് അത് നോക്കിങ് കുറക്കാനായിരുന്നു. പക്ഷെ എന്താണ്, മോഡേൺ ആയിട്ടുള്ള പെട്രോളിൽ ലെഡ് യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അൺലെഡഡ് പെട്രോളാണ്. നമ്മൾ കമ്പഷൻ ചേമ്പറിൽ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് ലെഡിൻ്റെ ഉപയോഗം ഒഴിവാക്കി തന്നെ നമ്മൾ നോക്കിങ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ അൺലെഡഡ് പെട്രോളാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലെഡ് നമ്മൾ വാഹനങ്ങളിൽ എക്സോസ്റ്റ് നിന്ന് പുറത്തു വിടുന്നില്ല. പക്ഷേ ഈ ലെഡ് ഇത്രയും കാലം ലെഡ് പുറത്തു വിട്ടിരുന്നു. പക്ഷെ അത് ഇപ്പോൾ സർക്കാർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ BS3, BS4, BS5 ഇങ്ങനെ ഓരോ സ്റ്റേജ് വരുന്ന സമയത്തും ഓരോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇതിനിടക്കാലത്ത് നമ്മൾ ഈ ലെഡ് ഒഴിവാക്കിയിട്ട് അൺലെഡഡ് പെട്രോള് കൊണ്ടുവന്നു. പക്ഷേ പഴയ കാലത്തുള്ള ഇത്രയും കാലങ്ങളിലുള്ള ഈ അൺലെഡഡ് പെട്രോൾ വരുന്നതിന് മുന്നേ ഉള്ള വാഹനങ്ങളിൽ പെട്രോളിൽ ലെഡ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ കത്തിയിട്ട് ലെഡ് കത്തൂല. അപ്പോൾ അവിടെ ലെഡ് കൊണ്ട് നമുക്ക് എക്സോസ്റ്റ് കൂടെ പുറത്ത് വരും. അത് ബ്രെയിൻ ഡാമേജ്, അതുപോലെ ചെറിയ കുട്ടികളിൽ IQൻ്റെ പ്രശ്നം വരും, അതുപോലെ ഡെത്ത് വരെ, അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ലെഡ് കൊണ്ടുണ്ടായിരുന്നു. ഇനി അടുത്തതിലേക്ക് പോകും. നെക്സ്റ്റ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പടലങ്ങളാണ്. ഈ ഡീസൽ എൻജിൻസിൽ നിന്ന് വരുന്ന കാർബൺ ഫൈൻ പാർട്ടിക്കിൾസ്, അതുപോലത്തെ ഇതൊക്കെയാണ്. അതുപോലെ നമ്മൾ അറ്റ്മോസ്ഫിയറിലുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള സോളിഡ് ലിക്വിഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത്. പാർട്ടിക്കുലേറ്റ് മാറ്റർ അത് വളരെ മൈന്യൂട്ടായിട്ടുള്ളത് എയറിൽ അങ്ങനെ പടലങ്ങളായിട്ട് ഇങ്ങനെ കിടക്കും. ഈ പൊടിപടലങ്ങൾ നമ്മൾ വാഹനങ്ങൾ കൊണ്ട് ഇത്രയും പൊടിപടലങ്ങൾ എപ്പോഴും ഫ്ലൈ ചെയ്തിട്ട് എയറിൽ കൂടാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ മാത്രമല്ല, വാഹനത്തിൻ്റെ എക്സോസ്റ്റ് വഴി നമ്മൾ ഈ കാർബൺ ഫൈൻ പാർട്ടിക്കിൾസ്, കരി അഥവാ നമ്മൾ സ്മോക്കിലുള്ള ഫൈൻ പാർട്ടിക്കിൾ, പ്രത്യേകിച്ച് ഡീസൽ എൻജിൻസിലൊക്കെ ഒരുപാട് പാർട്ടിക്കുലേറ്റ് മാറ്റർ എക്സോസ്റ്റിലൂടെ പുറത്തു വരുന്നുണ്ട്. കാർബണിൻ്റെ ഫൈൻ പാർട്ടിക്കിൾസ് അഥവാ കരി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്വാസകോശത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. ആസ്മ, ബ്രോങ്കൈറ്റിസ് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ കാരണമാവും. അപ്പോൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ വളരെ നേരിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ പാറിക്കിടക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള പൊടിപടലങ്ങൾ. അതിൽ നമ്മൾ വാഹനങ്ങളിൽ നിന്ന് വരുന്നത് വെച്ചാൽ മെയിനായിട്ട് കാർബൺ സ്യൂട്ടിൽ നിന്ന് വരുന്നത് അഥവാ കരിയിൽ നിന്ന് വരുന്ന പൊടികളാണ്. നെക്സ്റ്റ്
അടുത്ത പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത് സൾഫർ ഡയോക്സൈഡാണ്. സൾഫർ ഡയോക്സൈഡ് നമ്മൾ വാഹനങ്ങൾ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന സൾഫറും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട്, ഈ പെട്രോളിൽ അടങ്ങിയിട്ടുള്ള സൾഫറും ഓക്സിജനും കൂടിയും കമ്പൈൻ ചെയ്തിട്ട് സൾഫർ ഡയോക്സൈഡായിട്ട് നമ്മൾ എക്സോസ്റ്റ് വഴി പുറത്തു വരും. അപ്പോൾ അത് എന്താണ്, സൾഫർ ഡയോക്സൈഡ് ഒരു നോൺ ഫ്ലേമബിൾ, നോൺ എക്സ്പ്ലോസീവ്, കളർലെസ് ഗ്യാസ് ആണ്. പക്ഷെ അത് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സൾഫർ ഡയോക്സൈഡും പിന്നെ അത് വെള്ളവുമായി അല്ലെങ്കിൽ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് H2SO4 അഥവാ സൾഫ്യൂരിക് ആസിഡായിട്ട് കൺവേർട്ട് ആവും. അങ്ങനെ അത് പിന്നെ മഴയിൽ എന്ത് ചെയ്യും, മഴ പെയ്യുന്ന സമയത്ത് തിരിച്ചത് ഭൂമിയിലേക്ക് ആസിഡ് റെയിനായിട്ട്, അമ്ലമഴയായിട്ട് വരും. അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് നിങ്ങൾക്കറിയാം വളരെ സ്ട്രോങ് ആണ്. അതെവിടെയെങ്കിലും നിങ്ങൾ ബാറ്ററി വാട്ടറിലൊക്കെ യൂസ് ചെയ്ത സൾഫ്യൂരിക് ആസിഡ് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാൽ വരുമ്പോൾ അല്ലേ. അപ്പോൾ ഈ ഒരു ആസിഡ് റെയിൻ, അങ്ങനെ സൾഫ്യൂരിക് ആസിഡ് കൊണ്ടുള്ള ആസിഡ് റെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഭൂമിയിലെ സസ്യജാലങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ തന്നെ മറ്റു ബിൽഡിങ്ങുകൾക്ക്, അതുപോലത്തെ നമുക്ക് മെറ്റീരിയൽസൊക്കെ കൊറോഷൻ സംഭവിക്കും. അപ്പോൾ സൾഫർ ഡയോക്സൈഡ് ആണ് അടുത്ത പൊല്യൂട്ടൻ്റ് ഫ്രം എക്സോസ്റ്റ് ഓഫ് എൻ ഓട്ടോമൊബൈൽ. ഇനി അടുത്തതിലേക്ക് പോകാം. നെക്സ്റ്റ്, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഇത് കൂടുതലുണ്ടാകുന്നത് ഡീസൽ എൻജിൻസാണ്. എക്സ്ട്രീംലി ഹൈ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു വാഹനത്തിൽ നമ്മൾ എൻജിൻ്റെ അകത്തേക്ക് എടുക്കുന്ന എയർ, ആ എയറിൽ വെറും ഓക്സിജൻ മാത്രമല്ല, ഒരുപാട് വാതകങ്ങളുണ്ട്. അറ്റ്മോസ്ഫിയറിലുള്ള ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിലുള്ളത് നൈട്രജനാണ്. അപ്പോൾ ആ നൈട്രജനും ഒരുപാട് എൻജിൻ്റെ അകത്തേക്ക് വലിച്ചെടുക്കും. ഈ നൈട്രജൻ ആ എൻജിനകത്ത് തന്നെയുള്ള ഓക്സിജനുമായി കെമിക്കൽ റിയാക്ഷൻ നടക്കും. വളരെ ഹൈ ടെമ്പറേച്ചർ വരുമ്പോൾ മാത്രമേ അത് കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നൈട്രജൻ ഓക്സൈഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ നൈട്രജൻ ഓക്സൈഡ്സ് എക്സോസ്റ്റ് വഴി വന്നു കഴിഞ്ഞാൽ അത് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് പോയി അതും HNO3 ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്തിട്ട് HNO3 അല്ലെങ്കിൽ നൈട്രിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആസിഡ് റെയിന് കാരണമാകും. അപ്പോൾ അതും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതാണ്, പൊല്യൂട്ടൻ്റാണ്. നെക്സ്റ്റ്, ബ്ലാക്ക് സ്മോക്ക് അഥവാ കരി, അല്ലെങ്കിൽ നമ്മൾ കറുത്ത പുക എന്ന് പറയുന്നത്. ഡീസൽ വാഹനങ്ങളിലാണ് ഇതുണ്ടാവുക. ഇത് ഓക്സിജൻ കുറവാകുമ്പോൾ, എയർ കുറവാകുമ്പോൾ ആണ്, റിച്ച് മിക്സ്ചർ ആവുന്ന സമയത്താണ് കൂടുതൽ, അല്ലെങ്കിൽ കമ്പഷൻ ഫുള്ളായിട്ട് നടക്കാത്ത സമയത്തൊക്കെയാണ് ഇത് കൂടുതൽ. പ്രത്യേകിച്ച് നമ്മൾ ബസ്, ലോറി വാഹനങ്ങളിലൊക്കെ, വെഹിക്കിൾസിലൊക്കെ ലോഡ് കൂടുമ്പോൾ, കയറ്റങ്ങൾ കയറുമ്പോഴൊക്കെ കൂടുതൽ ബ്ലാക്ക് സ്മോക്ക് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് കൂടുതൽ ഈ ഡീസൽ ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് അറ്റോമൈസേഷൻ വരാത്ത ഡീസലിൻ്റെ എമൗണ്ട് കൂടുതൽ വരുമ്പോൾ, കറക്റ്റ് എയറുമായിട്ട് മിക്സിങ് വരാത്ത സമയത്തൊക്കെയാണ് സ്മോക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, ബേൺ ചെയ്യാത്തൊരവസ്ഥ വരുന്നത്. ഇനി ഈ ബ്ലാക്ക് സ്മോക്ക്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പാർട്ടിക്കുലേറ്റ് മാറ്ററാണ്. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യും. ഇനി ഇപ്പം മോഡേൺ ആയിട്ടുള്ള വാഹനങ്ങളിൽ നമ്മൾ ബേരിയം, കാൽസ്യം, മഗ്നീഷ്യം പോലത്തെ കമ്പോണൻസ് ആഡ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് സ്മോക്കിനെ റെഡ്യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടിക്കുലേറ്റ് മാറ്ററിന് സൾഫേറ്റ് എമിഷൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യിക്കും.
സൾഫേറ്റ് എമിഷൻ ഇൻക്രീസ് ചെയ്യും, പക്ഷേ ബ്ലാക്ക് സ്മോക്ക് റിഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ മെത്തേഡ്സ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് വാഹനങ്ങളിലെ പൊല്യൂഷൻ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അതുപോലെ എന്തൊക്കെ പൊല്യൂട്ടൻസ് ആണ്, ആ പൊല്യൂട്ടൻസ് കൊണ്ട് കാര്യമായിട്ടുള്ള എഫക്റ്റ് എന്തൊക്കെ എഫക്റ്റാണ്. മുഴുവനായിട്ട് എല്ലാ പൊല്യൂട്ടൻസും നമ്മൾ പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതലായിട്ട് വാഹനങ്ങളിൽ നിന്ന് എക്സോസ്റ്റിൽ നിന്ന് വരുന്ന പൊല്യൂട്ടൻസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് എന്തൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തെ അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും ബാധിക്കുന്നതാണ് നാം പറഞ്ഞു കഴിഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് കൺട്രോൾ മെത്തേഡ്സ്. കൺട്രോൾ മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, റെഡ്യൂസിങ് ഓഫ് ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ്. ഇപ്പം നമുക്ക് രോഗം രണ്ട് നിലക്ക് ചികിത്സിക്കാം അല്ലേ. ഒന്ന്, രോഗം വരാതെ സൂക്ഷിക്കാം. രണ്ടാമത്തെ എന്താണ്, രോഗം വന്നിട്ട് നമുക്ക് അതിനെ ചികിത്സിച്ച് ഭേദമാക്കാം. ഇപ്പോൾ കൊറോണൻ്റെ കേസിലാണ് നമുക്ക് വാക്സിൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് രോഗപ്രതിരോധ ശേഷി ഇൻക്രീസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആൾറെഡി വരാതിരിക്കാൻ സൂക്ഷിക്കുകയാണ്. എന്നാൽ വന്നിട്ട് പിന്നെ മരുന്ന് കൊടുക്കുന്ന രണ്ട് രീതിയുണ്ട്. ഏറ്റവും നല്ലത് എന്താണ്, എപ്പോഴും വരാതെ സൂക്ഷിക്കലാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊല്യൂഷനും അതുപോലെ തന്നെയാണ്. പൊല്യൂഷൻ ഏറ്റവും ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് ഫോം ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രീറ്റിംഗ് എക്സോസ്റ്റ് ഗ്യാസിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ആൾറെഡി പൊല്യൂഷൻ ആയി വന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിലൂടെ നമ്മൾ പൊല്യൂട്ടൻ്റ് ഫോർമേഷൻ സംഭവിച്ചു, അതെന്തായാലും അറ്റ്മോസ്ഫിയറിലേക്ക് തള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് അതിലെ ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിടുന്ന മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡ്. അപ്പോൾ ഫസ്റ്റ് റെഡ്യൂസിങ് ദി ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസിൽ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്ലോസ്ഡ് ക്രാങ്കേസ് വെന്റിലേഷൻ. നമ്മൾ ക്രാങ്കേസ് ബ്ലോ ബൈ ഗ്യാസിനെ കുറിച്ച് പറഞ്ഞു. പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിൽ കൂടെ ക്രാങ്കേസിലേക്ക് എത്തുന്നതിനെയാണ് ക്രാങ്കേസ് ബ്ലോ ബൈ ഗ്യാസ് എന്ന് പറയുന്നത്. ഈ ക്രാങ്കേസ് ബ്ലോ ബൈ ഗ്യാസ് സോഴ്സ് ഓഫ് പൊല്യൂഷനാണ്. ഇത് നേരെ നമ്മൾ പഴയ കാലത്തെ എൻജിൻസിലൊക്കെ നേരെ പുറത്തേക്കൊരു ഒരു ഹോൾ കൊടുത്തിട്ട് ക്രാങ്കേസ് ബേസ്റ്റായി പൊട്ടി പോകാതിരിക്കാൻ പുറത്തേക്കൊരു ഹോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിലൂടെ പുറത്തേക്ക് അതിൽ വരുന്ന ആ പിസ്റ്റൺ റിങ്സിൻ്റെ ഇടയിൽ കൂടെ വരുന്ന എക്സോസ്റ്റ് ഗ്യാസും അൺബേൺഡ് ഹൈഡ്രോ കാർബൺ, കംപ്രഷൻ സ്ട്രോക്കിൽ വരുന്ന അൺബേൺഡ് ഹൈഡ്രോ കാർബണൊക്കെ അങ്ങനെ ഈ ഹോളിലൂടെ പുറത്തു പോയിരുന്നു, എയർ വെൻ്റ്. അപ്പോൾ അത് പൊല്യൂഷനായിട്ട് മാറുന്നു. എന്നാൽ ക്ലോസ്ഡ് ക്രാങ്കേസ് വെന്റിലേഷൻ മോഡേൺ ആയിട്ടുള്ള എൻജിൻസിൽ യൂസ് ചെയ്യുന്നതാണ് ക്ലോസ്ഡ് ക്രാങ്കേസ് വെന്റിലേഷൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയണം. ഈ ക്രാങ്കേസ് പുറത്തേക്ക് വെൻ്റ് ചെയ്യാതെ അത് തിരിച്ച് എൻജിനിലേക്ക് തന്നെ കൊടുക്കുന്ന രീതി, അതാണ് ക്ലോസ്ഡ് ക്രാങ്കേസ് വെന്റിലേഷൻ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. നെക്സ്റ്റ്, റെഡ്യൂസിങ് ഇവാപ്പറേറ്റീവ് എമിഷൻ റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്. അഥവാ നമ്മൾ പറഞ്ഞു പെട്രോൾ ടാങ്കിൽ നിന്ന് പെട്രോൾ വേപ്പറായി പോകുന്നത്. നമ്മൾ ടാങ്ക് ബേസ്റ്റ് ഔട്ട് ആവാതിരിക്കാൻ ടാങ്കിലൊരു ഹോൾ ഇടുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഹോൾ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായി വെയിലത്ത് നിർത്തി കഴിഞ്ഞാൽ ഈ പെട്രോളൊക്കെ വേപ്പറായി കുറേ പോകും. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിൽ അതും പൊല്യൂഷനാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിടുന്ന സമയത്ത് ഈ ഫ്യൂൽ വേപ്പറിനെ വേറെ നമ്മളൊരു ഇതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അത് തിരിച്ചുപയോഗപ്പെടുത്തുന്ന രീതിയാണ് റെഡ്യൂസിങ് ഇവാപ്പറേറ്റീവ് എമിഷൻ, EVAP സിസ്റ്റം. അത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഡീറ്റെയിലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതും ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻറ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ്. മൂന്നാമത്തെ എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ, EGR സിസ്റ്റം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം EGR. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള പുതിയ വാഹനങ്ങളിലൊക്കെ EGR സിസ്റ്റം വന്നു. EGR സിസ്റ്റം എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എക്സോസ്റ്റ് ഗ്യാസിനെ റീസർക്കുലേറ്റ് വീണ്ടും ഇൻടേക്കിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ എൻജിനിലേക്ക് തിരിച്ചു കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആൾറെഡി ബേൺഡ് ആയിട്ടുള്ള ഗ്യാസ് ഒരു ഇനേർട്ട് ഗ്യാസ് ആവും.
ഓൾറെഡി ബേൺഡാണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കില്ല. അപ്പോൾ അത് നമ്മൾ എക്സോസിലേക്ക് തിരിച്ച് എഞ്ചിനിലേക്ക് കൊടുക്കുമ്പോൾ എഞ്ചിൻ്റെ പീക്ക് ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചർ കുറക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, നൈട്രജൻ ഓക്സൈഡ്സ് അഥവാ NO2, NO2, നൈട്രജൻ ഓക്സൈഡ്സുകളുടെ ഫോർമേഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനാണ് എക്സോസ്റ്റ് ഗ്യാസ് റീസർക്കുലേഷൻ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. നെക്സ്റ്റ്, റീഡിസൈനിങ് ദ എൻജിൻ. എൻജിനെ തന്നെ നമ്മൾ റീഡിസൈൻ ചെയ്യുക. എൻജിൻ്റെ കമ്പഷൻ ചേമ്പർ റീഡിസൈൻ ചെയ്ത് നമ്മൾ പറഞ്ഞു അൺലെഡഡ് പെട്രോളാണ് യൂസ് ചെയ്യുന്നത്. പഴയ കാലത്ത് ലെഡഡ് പെട്രോളാണ് യൂസ് ചെയ്തിരുന്നത്. എന്നുവെച്ചാൽ നോക്കിങ് കുറക്കാനായിരുന്നു. ഇപ്പോൾ അൺലെഡഡ് പെട്രോൾ, ലെഡ് ഇല്ലാത്ത പെട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെ നോക്കിങ് ഇല്ലാത്ത രീതിയിൽ കമ്പഷൻ ചേമ്പർ ഡിസൈൻ ചെയ്യാൻ നമ്മൾ സക്സസ് ആയി. അപ്പോൾ കമ്പഷൻ ചേമ്പർ വീണ്ടും ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് മാക്സിമം ബേണിങ് നടക്കുന്ന രീതിയിൽ, പാർഷ്യൽ ബേണിങ് ഒഴിവാക്കി മാക്സിമം ബേണിങ് നടക്കുന്ന രീതിയിൽ കമ്പഷൻ ചേമ്പർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പൊല്യൂഷൻ നമുക്ക് കുറക്കാൻ കഴിയും. നെക്സ്റ്റ്, കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് എൻജിൻ്റെ വർക്കിങ്ങിന് അല്ലെങ്കിൽ എൻജിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം, പൊല്യൂഷൻ അതുപോലെ എൻജിൻ എക്സോസ്റ്റിനെ അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എക്സോസ്റ്റ് ഗ്യാസ് എക്സോസ്റ്റ് ഗ്യാസില്ല ഫോർമേഷൻ ചെയ്യുന്ന പൊല്യൂട്ടൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മൾ കൂളിംഗ് സിസ്റ്റം വല്ലാതെ കൂളായി കഴിഞ്ഞാൽ, എൻജിൻ കൂളായി കഴിഞ്ഞാൽ അത് കറക്റ്റ് നോർമൽ ടെമ്പറേച്ചർ, റണ്ണിങ് ടെമ്പറേച്ചർ ആയിട്ടില്ലെങ്കിൽ അവിടെ ബേണിങ് ഓഫ് ഫ്യൂൽ കറക്റ്റ് നടക്കില്ല, കമ്പഷൻ കറക്റ്റ് നടക്കില്ല, പാർഷ്യൽ ബേണിങ് വരും. അപ്പോൾ അവിടെ കരി ഫോർമേഷൻ അഥവാ സൂട്ട് ഫോർമേഷൻ, സ്മോക്ക് ഫോർമേഷനൊക്കെ കൂടും. അതുമാത്രമല്ല പൊല്യൂഷൻ ഇൻക്രീസ് ആവും. നെക്സ്റ്റ്, ഫ്യൂൽ സപ്ലൈ സിസ്റ്റം റീഡിസൈൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. മോഡേൺ ആയിട്ടുള്ള MPFI, GDI ടെക്നോളജീസ്, CRDI ടെക്നോളജീസ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസ് യൂസ് ചെയ്യുമ്പോൾ, അതിൽ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ പൊല്യൂഷൻ വളരെ കുറയുന്നുണ്ട്. കാരണം അവിടെ മാക്സിമം എഫക്റ്റീവ് ബേണിംഗ് ഓഫ് ഫ്യൂൽ കമ്പഷൻ നടക്കുന്ന രീതിയിലാണിത്. പുതിയ ഫ്യൂലിംഗ് സപ്ലൈ സിസ്റ്റം അഥവാ മോഡേൺ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് പൊല്യൂട്ടൻസിൻ്റെ ഫോർമേഷനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, വാൾവ് ടൈമിങ് കൺട്രോൾ ചെയ്തിട്ട്, ഇപ്പോൾ നിങ്ങൾ വേരിയബിൾ വാൾവ് ടൈമിങ് VT ടെക്നോളജി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വാൾവ് ടൈമിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പഷന് കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എൻജിൻ റീഡിസൈൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പറഞ്ഞത്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമുക്ക് ആവശ്യമുള്ളതിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം അനദർ മെത്തേഡാണ്. ഇൻടേക്കിലേക്ക് എയറിനെ കൊടുത്തിട്ടുള്ള മെത്തേഡ് എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എയർ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇംപ്രൂവ് വെഹിക്കിൾ എഫിഷ്യൻസി. വാഹനത്തിൻ്റെ മൈലേജ് ഇൻക്രീസ് ചെയ്യുക, പരമാവധി എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് കുറക്കാൻ പറ്റും. നെക്സ്റ്റ്, യൂസ് ഓഫ് ഹൈബ്രിഡ് വെഹിക്കിൾസ് അതുപോലെ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവിങ് ഡ്രൈവിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുക. ഡ്രൈവിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പരമാവധി ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വാഹനം നമ്മൾ സഡനായിട്ട് സഡൻ ഡീസലറേഷനൊക്കെ ചെയ്യുമ്പോൾ അവിടെ കമ്പഷൻ കറക്റ്റ് നടക്കാൻ സാധ്യതയില്ല, ബേണിങ് ഓഫ് ഫ്യൂലൊക്കെ ഇറഗുലർ ആവാം, അതുപോലെ പൊല്യൂഷൻ കൂടാം. എന്നാൽ നമ്മൾ പതുക്കെ ആക്സലറേറ്റ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പതുക്കെ റിട്ടാർഡ് ചെയ്യുന്ന ആ രീതിയാണെങ്കിൽ അവിടെ പരമാവധി കമ്പഷൻ നടക്കും. സഡനായിട്ട് പെട്ടെന്ന് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാം
എക്സോസ്റ്റ് ഗ്യാസിൻ്റെ എമൗണ്ട് കൂടുന്നത് കാണാൻ പറ്റും എഞ്ചിനെ പെട്ടെന്ന് ഹൈ RPM എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ. അപ്പോൾ ഡ്രൈവിംഗ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഫോർമേഷൻ ഓഫ് പൊല്യൂട്ടൻസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, എക്സോസ്റ്റ് ഗ്യാസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ള 2 മെത്തേഡാണ്. കാറ്റലിറ്റിക് കൺവേർട്ടർ യൂസ് ചെയ്തിട്ടും ആഫ്റ്റർ ബേണേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സോസ്റ്റ് ഗ്യാസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സോസ്റ്റ് ഗ്യാസിനെ ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് കാറ്റലിറ്റിക് കൺവേർട്ടേഴ്സ്, ആഫ്റ്റർ ബേണേഴ്സ്. ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത ടോക്സിക് ആയിട്ടുള്ള പൊല്യൂട്ടൻസിനെ ട്രീറ്റ് ചെയ്തിട്ട് കാറ്റലിറ്റിക് കൺവേർട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ടോക്സിക് ഗ്യാസിനെ നോൺ ടോക്സിക് ആയിട്ട് ഉള്ള ഗ്യാസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ആഫ്റ്റർ ബേണേഴ്സ്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റീഡിസൈനിങ് ഓഫ് കമ്പഷൻ ചേംബർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.